ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് മുഹറം മാസത്തിലെ 9ാമത്തെ നോമ്പാണ്. ഈ നോമ്പിന് വൈകുന്നേരം എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഒരു 5 മണിയായിട്ടുണ്ടേ. ഞാനാണെങ്കിൽ മല്ലിയും മുളകും മഞ്ഞളും ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് എടുത്ത് വെച്ചിട്ട് കിച്ചണിലോട്ട് പോകാം. മല്ലിയും മഞ്ഞളും കഴുകിയാണ് ഉണക്കായിട്ടത്. അതൊന്ന് എടുത്ത് വെച്ചിട്ട് നല്ലവണ്ണം ഉണങ്ങിയൊന്നുമില്ല. അതെല്ലാം എടുത്ത് വെച്ചിട്ട് കിച്ചണിലോട്ട് പോകാം. കട്ട മഞ്ഞൾ വാങ്ങിച്ചാണ് ഞാൻ പൊടിക്കുന്നത്. മഞ്ഞൾ പൊടി വാങ്ങാറില്ല. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. നേരെ കിച്ചണിലോട്ട് വന്നു. ലിവർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ ലിവർ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ചെറിയ ഉള്ളിയെല്ലാം തൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ഇടികല്ലിലിട്ട് ചതച്ചാണ് എടുക്കുന്നത്. എല്ലാ ഉള്ളിയും ചതച്ചെടുക്കാം. ഉള്ളിയെല്ലാം ചതച്ചെടുക്കാം. 3 പച്ചമുളകും കൂടെ ഇട്ട് ചതച്ചെടുക്കുകയാണ്. അതും ചതച്ചാണ് എടുത്തത്. നല്ല എരിയുള്ള മുളകാണ്, അതുകൊണ്ടാണ് 3 എടുത്തത്. ഒരു പാൻ വയ്ക്കാം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാനാണ് ഉപ്പിട്ട് കൊടുത്തത്. എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ആണ് ഞാൻ ഇട്ടത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വഴണ്ട് വന്നതിന് ശേഷം അതിൽ കുറച്ച് ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പെരിഞ്ജീരക പൊടിയാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ പൊടിയില്ലാത്തത് കൊണ്ട് ഞാൻ പെരിഞ്ജീരകം ചതച്ചാണ് ചേർത്തത്. ചൂടാക്കി വെച്ചിരുന്ന മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് ലിവർ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ലിവറാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വേവാൻ വയ്ക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ജ്യൂസ് അടിക്കാൻ വേണ്ടി 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. 5-6 ബദാമും വാൾനട്ടും കപ്പലണ്ടിയും മധുരത്തിനാവശ്യമായ ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക. മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. പഞ്ചസാര ചേർത്തിട്ടില്ല, അതിന് പകരമാണ് ഞാൻ ഈത്തപ്പഴം ഇട്ടത്. നല്ലതുപോലെ അടിച്ചെടുക്കാം. ഒരു കപ്പിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം തണുക്കാനായിട്ട്.
കഴിഞ്ഞ് നാരങ്ങ വെള്ളം കലക്കി വയ്ക്കുകയാണ്. വെള്ളം ഒഴിച്ച് നാരങ്ങയുടെ ജ്യൂസാണ്, നാരങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസ്. ആവശ്യത്തിനുള്ള പഞ്ചസാരയിട്ട് കലക്കാം. കസ്കസ് ഞാൻ വെള്ളത്തിൽ കൊമുത്താൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അതിനെയും കൂടെ ഇട്ട് കൊടുക്കാം. നാരങ്ങ വെള്ളം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ. ഞാൻ ഉറട്ടിയാണ് ലിവർ റോസ്റ്റിന് ഉണ്ടാക്കിയത് കഴിക്കാനായിട്ട്. അതിൽ തേങ്ങ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് തേങ്ങ ഞാൻ മിക്സിയിലൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം തിളച്ചപ്പോൾ ഇനി പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പൊടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഉറട്ടിയുടെ മാവായിട്ടുണ്ട്. കുറച്ച് തണുത്താൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ലിവർ റോസ്റ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വെന്ത് നല്ലതുപോലെ ആയിട്ടുണ്ട്. റോസ്റ്റ് ആയിട്ടുണ്ട്. അതിനെ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാൻ ഉറട്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതായത് 2 പാനിലായിട്ടാണ് വെച്ചത്. ചപ്പാത്തി പ്രസ്സിലാണ് എല്ലാം പരത്തിയെടുത്തത്. ഉറട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം. ചപ്പാത്തി പ്രസ്സിലാണ് എടുത്ത്. ലിവർ റോസ്റ്റും ചപ്പാത്തിയും നാരങ്ങ വെള്ളവും ജ്യൂസും ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.